നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും പലപ്പോഴും കാണുന്നുണ്ട്, ആഴ്ചകൾ കൊണ്ട് പൈസ ഉണ്ടാക്കാം, മാസങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാക്കാം, മണിക്കൂറുകൾ കൊണ്ട് പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ കുറേ പേര്, മേ ബി അതിൽ സത്യം എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരിക്കും, എങ്കിൽ കൂടി ആൾക്കാർ അതിൽ ക്ലിക്ക് ബൈറ്റ് കൂടുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഷോർട്ട് സ്പാനിൽ എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ നിജസ്ഥിതി നമുക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടോ? നിങ്ങളെല്ലാം ചെറുപ്പക്കാരെല്ലാം പറഞ്ഞ് ഈ അതിന് പറയുന്ന ഇൻട്രാഡേ, ഡേ ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്, കറൻസി ട്രേഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾ വന്ന് ഞാനിവിടെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അശ്വിനോട് പറയാണ് ഇത് ചെയ്തോ, ഇത്ര പൈസ കിട്ടുമെന്ന്. അപ്പം അശ്വിൻ എന്നാ ചെയ്യേണ്ടത്? ആ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിക്കുക, കഴിഞ്ഞ വർഷത്തെ സാർ എത്ര രൂപ ലാഭം ഉണ്ടാക്കി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടേഷനോട് മേടിക്കണം. റിട്ടേൺ നോക്കിയാൽ പോരാ, കമ്പ്യൂട്ടേഷൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 0 അദ്ദേഹത്തിന് മുഴുവൻ ഇൻകം എവിടെന്ന് അറിയോ? നിങ്ങൾ കൊടുത്ത ഫീസാ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് ആണോ? അതാ പറയുന്നത്, ഈ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ റിട്ടേൺ കണ്ടിട്ട് അതിൻ്റെ പുറകെ ഓടുക ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ മാസം ഓടിയവർക്കെല്ലാം പണി കിട്ടി. സിൽവറിൽ ഓടി, ഇപ്പോൾ സിൽവർ ആണ് 30% ഡൗൺ ആണ്. മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്കൊന്നും നിങ്ങൾ എടുക്കുമെന്ന് ആരും അങ്ങനെ പറഞ്ഞു തരാൻ പോകുന്നില്ല. കാരണം അതിനൊക്കെ റവന്യൂ കുറവാണ്. അപ്പോൾ അത് കറക്റ്റാಗಿ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ എടുക്കുക, പോവുക, അവിടെ പോയി ഇരുന്ന് അത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഡേ 1 സ്റ്റാർട്ട് ചെയ്യുക.